ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വസുന്ധരാദേവി MGK മീഡിയ തുടങ്ങാനായിട്ട് വീട്ടിന് മുന്നിൽ ഫ്ലക്സ് വെച്ചിരിക്കുന്നത് കണ്ട് ഹരിതയുടെ CIDകൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. വസുന്ധരാദേവി മരിച്ചെന്ന്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫ്ലക്സ് വെച്ചിരിക്കുന്നതെന്ന് തെറ്റിദ്ധരിച്ച് ഹരിതയെ വിളിച്ച് അത് അറിയിക്കുന്നുണ്ട്. അങ്ങനെ വസുന്ധരാദേവി മരിച്ചെന്ന സന്തോഷ വിവരം ഹരിത ഓടി വന്ന് വിക്രമനെ അറിയിക്കുന്നുണ്ട്. വിക്രമനാണെങ്കിൽ സന്തോഷം അടക്കാനാകാതെ പറയുന്നുണ്ട്, ഇന്ന് നമ്മൾ സന്തോഷിക്കേണ്ട ദിവസമാണ്, നമുക്കിത് ആഘോഷിക്കണം. ഇത് കേൾക്കുന്ന ശർമ്മിളയ്ക്കാണെങ്കിൽ ഏട്ടനാണോ ഏതെങ്കിലും വിധത്തിൽ വസുന്ധരാദേവിയെ അപായപ്പെടുത്തിയതെന്നൊരു സംശയം തോന്നുകയും അത് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട്, സ്ത്രീകളെ ഞാൻ ടോർച്ചർ ചെയ്യാറുണ്ട്, അത് സഹിക്കാൻ വയ്യാതെ ചിലരൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവാം, അല്ലാതെ പെണ്ണുങ്ങളെ ഞാൻ ആളെ വിട്ടൊന്നും ചെയ്യാറില്ല എന്ന് പറയുന്നത് കേട്ട് ഹരിത പറയുന്നുണ്ട്, അങ്കിളിൻ്റെ ഈ സ്വഭാവത്തിൻ്റെ നന്മ കൊണ്ടാണ് ആൻറ്റിയുടെ മോൾ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. മാത്രമല്ല ഇവരുടെ ഒരു നാച്ചുറൽ ഡെത്താണെന്നാണ് തോന്നുന്നത്. എന്നാലും നമുക്കിത് ആഘോഷിക്കണം, നമ്മുടെ ഒരു ശത്രുവാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നതെന്നൊക്കെ ഹരിത പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന ശർമ്മിളയ്ക്കാണെങ്കിൽ ഒട്ടും അങ്ങോട്ട് അത് രസിക്കുന്നില്ല. ശർമ്മിള പറയുന്നുണ്ട്, നിന്നെ വളർത്തിയത് ഞാനാണ്, മറ്റൊരാളുടെ മരണത്തിൽ സന്തോഷിക്കാനല്ല ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ടുള്ളതെന്നൊക്കെ പറയുമ്പം ഹരിത പറയുന്നുണ്ട്, ശത്രുക്കളുടെ മരണത്തിൽ സന്തോഷിക്കുന്നത് എൻ്റെ ഡാഡിയിൽ നിന്ന് എനിക്ക് ലഭിച്ച ശീലമാണ്, പാരമ്പര്യമായി ലഭിച്ച ശീലം എന്നൊക്കെ ശർമ്മിളയോട് തർക്കിച്ച് പറയുന്നത് കേട്ട് വിക്രമനും പറയുന്നുണ്ട്, ഹരിത മോളോട് നീ തർക്കിക്കാനൊന്നും നിൽക്കണ്ട എന്ന്. എന്നിട്ട് വിക്രമൻ പറയുന്നുണ്ട്, മരണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്താനായിട്ട് ഞാൻ എന്തായാലും കറുത്ത ബാഡ്ജൊക്കെ ചുറ്റി അതുപോലെ റീത്തൊക്കെ മേടിച്ച് വസുന്ധരാദേവിയുടെ വീട്ടിലേക്ക് പോകാൻ പോകുന്നുണ്ട്. അത് കേൾക്കുന്ന ഹരിത പറയുന്നുണ്ട്, ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞ് രണ്ടുപേരും പോകാനായി റെഡിയാകുന്ന സമയത്ത് ശർമ്മിളയാണെങ്കിൽ ഇതിലെ വാസ്തവം അറിയാനായിട്ട് വർഷയെ വിളിക്കുന്നുണ്ട്. ഈ സമയമാണെങ്കിൽ വിവേകിൻ്റെ കണ്ണിൽപ്പെടാതെ എങ്ങനെയെങ്കിലും ജോലിക്ക് പോകാനായിട്ട് തക്കം പാത്തിരിക്കുകയാണ് വർഷ. വർഷയെ പുറത്തിറക്കാനായി പോയ കൂട്ടുകാരികളാണെങ്കിൽ വിവേകമായിട്ട് പഞ്ചാര അടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് കലിതുള്ളിയിരിക്കുന്ന സമയത്താണ് ശർമ്മിള ആൻറ്റി വർഷയെ വിളിക്കുന്നത്. എന്നിട്ട് പെട്ടെന്ന് നിങ്ങളുടെ ഹൗസ് ഓണർ വസുന്ധരാദേവി മരിച്ചത് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ വർഷ ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് വർഷ പറയുന്നുണ്ട്, ഇന്നിവിടെ MGK മീഡിയയുടെ ഉദ്ഘാടനമാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഫ്ലെക്സ് വെച്ചതെന്നൊക്കെ പറയുമ്പോൾ ശർമ്മിളയ്ക്ക് അതങ്ങ് സന്തോഷമാകുന്നുണ്ട്. രണ്ടുപേരും പോയി ചമ്മിയിട്ട് വരട്ടെ എന്ന മട്ടിനാണ് ശർമ്മിളയ്ക്ക് സന്തോഷം വരുന്നത്. ഈ വിവരം എന്നിട്ട് രാഹുലിനോട് പോയി ശർമ്മിള പറയുന്നുണ്ട്, മോൻ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ കണ്ടോ, ഇപ്പോൾ ഒരു കോമഡി നടക്കാൻ പോകുകയാണെന്നൊക്കെ പറയുമ്പം രാഹുൽ പെട്ടെന്ന് എന്താണെന്നറിയാതെ നിൽക്കുന്ന സമയത്താണെങ്കിൽ വിക്രമനും ഹരിതയും മരണത്തിന് പോകുന്നത് കണ്ടിട്ട് ആര് മരിച്ചെന്ന് രാഹുലും ചോദിക്കുന്ന സമയത്താണ് ശർമ്മിള പറയുന്നത്, വസുന്ധരാദേവി മരിച്ചെന്ന് തെറ്റിദ്ധരിച്ച് പോവുകയാണ്, ഇപ്പോൾ അവർ ചമ്മി നാണം കെട്ടി വരുമെന്ന് പറയുമ്പം രാഹുൽ ചോദിക്കുന്നുണ്ട്, ഈ വിവരം എങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ശർമ്മിള അതിന് മറുപടി പറയാതെ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറുന്നുണ്ട്. എന്നാൽ മീഡിയ ഓപ്പൺ ചെയ്യുന്ന കാര്യം അഞ്ജു രാഹുലിനോട് പറയാത്തതിൻ്റെ ഒരു വിഷമവും രാഹുലിനുണ്ട്. അങ്ങനെ മീഡിയ ഇനാഗ്രേഷന് വേണ്ടി പുറത്തിറങ്ങി വന്ന വസുന്ധരാദേവി പറയുന്നുണ്ട്, എൻ്റെ ഫോട്ടോയുടെ ഒപ്പം തന്നെ ശിവയുടെ ഫോട്ടോയും കൂടി വെക്കേണ്ടതായിരുന്നു എന്ന്. അന്നേരം ശിവ പറയുന്നുണ്ട്, എൻ്റെ ഫോട്ടോ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, രാജ്കുമാർ സാറിൻ്റെ ഫോട്ടോ കിട്ടിയായിരുന്നെങ്കിൽ വെക്കാമായിരുന്നു, അദ്ദേഹമായിരുന്നല്ലോ ഈ ലോഞ്ചിൻ്റെ പോലും കാരണക്കാരൻ എന്നൊക്കെ ശിവ പറയുന്നത് കേട്ടിട്ട് എല്ലാവരും സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. അന്നേരം വസുന്ധരാദേവി പറയുന്നുണ്ട്, അമ്പനാട് വിക്രമനെ തകർക്കാനും കഴിഞ്ഞ 22 വർഷമായി ഞാൻ ഉള്ളിലൊതുക്കുന്ന കനലണയ്ക്കാനുമായിട്ടാണ് അദ്ദേഹം നമ്മുടെ മുന്നിലേക്ക് വന്നതല്ല, അദ്ദേഹത്തെ നമ്മുടെ അരികിലേക്ക് കൊണ്ടുവന്നതാണ് അവളുടെ ആത്മാവെന്നൊക്കെ വസുന്ധരാദേവി പറയുന്നത് കേട്ട് അഭിരാമി ശിവയോട് പറയുന്നുണ്ട്, ഇവിടെ എന്തോ ഫ്ലാഷ് ബാക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അന്നേരം വസുന്ധരാദേവി മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, ലക്ഷ്മി നീ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ നിൻ്റെ മക്കളുടെ പ്രായം വരുന്ന ഈ കൊച്ചുങ്ങളുമായിട്ട് ഞാനൊരു യുദ്ധം കുറിക്കാൻ പോവുകയാണെന്നൊക്കെ വസുന്ധരാദേവി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത് കാണിക്കുന്നുണ്ട്. ഈ സമയമാണെങ്കിൽ ഹരിതയുടെ CIDകൾ വന്ന് നോക്കുമ്പോൾ കാണാം വസുന്ധര അവിടെ നിൽക്കുന്നു. വസുന്ധരയുടെ ആത്മാവാണെന്ന് അവരാദ്യം തെറ്റിദ്ധരിക്കുന്നു. പിന്നീട് അവർക്ക് കാര്യം മനസ്സിലാവുന്നു, വസുന്ധരാദേവി മരിച്ചിട്ടൊന്നുമില്ല, ഇവിടെ എന്തോ ഫംഗ്ഷൻ നടക്കാൻ പോവുകയാണെന്ന്. ഇത് ഹരിതയോടെ വിളിച്ചു പറയാൻ മടിച്ച അവർ എന്തായാലും നമുക്ക് തൽക്കാലം രക്ഷപ്പെടുന്നതാണ് നല്ലതെന്ന് കരുതി അവരവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ ഹരിതയോട് ഈ വിവരം അറിയിക്കുന്നതുമില്ല. ഹരിതയും വിക്രമനും എന്തെങ്കിലും പറയുമെന്ന് കരുതി അവരവിടുന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്.
ഈ സമയത്ത് വിവേക് പുറത്തു നിൽക്കുന്നത് കാരണം പുറത്തോട്ട് പോകാൻ സാധിക്കാതിരിക്കുന്ന വർഷയാണെങ്കിൽ അഞ്ജുവിനെ വിളിക്കുന്നുണ്ട്. അഞ്ജുവിനെ വിളിക്കുമ്പോഴേ വിവേകിന് കാര്യം മനസ്സിലാകുന്നുണ്ട്. കൂട്ടിലടയ്ക്കപ്പെട്ട എലിയെ പോലെ പുറത്തിറങ്ങാൻ സാധിക്കാതെ അവളുടെ വെപ്രാളം തുടങ്ങിയെന്ന് വിവേക് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അഞ്ജു അകത്തേക്ക് ചെല്ലുമ്പോൾ വർഷ ദേഷ്യത്തിൽ പറയുന്നുണ്ട്, 3 ആളും കൂടി എന്നെ പുറത്തിറക്കാൻ സഹായിക്കാമെന്നും പറഞ്ഞ് പോയിട്ട് ആരുടെയും ഒരു അനക്കവും ഇല്ലല്ലെന്നും പറഞ്ഞ് വർഷ അഞ്ജുവിനോട് ചെറുതായി ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് മല്ലി വന്ന് പറയുന്നുണ്ട്, ഇനാഗുറേഷന് സമയമായി, നിങ്ങളെ 2 പേരെ മാഡം വിളിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അകത്ത് വന്ന് പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് അഞ്ജു മാത്രം പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് വർഷ എന്തിയെന്ന്. അന്നേരം പറയുന്നുണ്ട് വർഷയ്ക്ക് നല്ല തലവേദന, അത് കാരണം വർഷ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ലെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വിവേകും വസുന്ധരയും എല്ലാവരും പറയുന്നു, എന്നാൽ അധികം വൈകാതെ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് പറയുമ്പം അത് വേണ്ട, കുറച്ച് നേരം റെസ്റ്റ് എടുത്താൽ മാറുമെന്ന് എല്ലാവരും പറയുന്നെങ്കിലും അത് വിവേകും വസുന്ധരയും ഒന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. വസുന്ധര പറയുന്നുണ്ട്, അവൾ കാരണമാണിപ്പോൾ ഇത് തുടങ്ങാൻ കാരണം. അവളിൽ നിന്നാണ് രാജ്കുമാർ ഇതുപോലുള്ള എവിഡൻസ് എല്ലാം തന്നയച്ചത്. അതുകൊണ്ട് അവൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഉദ്ഘാടനം തുടങ്ങാൻ സമ്മതിക്കൂ വസുന്ധര പറയുന്നു. ആ സമയത്ത് വിവേകം പറയുന്നുണ്ട്, ഞാൻ ഇന്ന് വരെ ആ 4ാമത്തെ പെൺകുട്ടിയെ കണ്ടിട്ടില്ലെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്, വർഷ വന്നിട്ട് മാത്രമേ ഈ ഉദ്ഘാടനം നടത്താവൂ എന്നൊക്കെ പറയുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ.